ലാൽ സാറിനെ ഈ പ്രൊജക്റ്റായിട്ട് മീറ്റ് ചെയ്യാൻ കാരണം ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ടാണ്. അദ്ദേഹമായിട്ടുള്ള സുഹൃത്ത് ബന്ധം വഴിയാണ് ലാൽ സാറിൻ്റെ ഈ പ്രൊജക്റ്റിലോട്ട് എത്താനും ലാൽ സാറിനെയും അതേപോലെ സുചിത്ര മാഡത്തിനെയും എല്ലാം നേരിട്ട് കാണാനും അവരുടെ ഈ പ്രൊജക്റ്റിലോട്ട് എനിക്ക് ടേക്കപ്പ് ചെയ്യാനും ഒരു അവസരം ലഭിച്ചത്. ഒരു ഇൻറ്റീരിയേഴ്സ് ഏറ്റവും നന്നായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനും സ്റ്റിച്ചിയും. അപ്പോൾ അതിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ മീറ്റ് ചെയ്തു RAK മിസ്റ്റർ തസ്ലിക്കിനെ. ഈ പ്രൊജക്റ്റിന് വേണ്ടി ലാൽ സാറിനെ ആദ്യമായിട്ട് കാണുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ സൈറ്റിൽ വെച്ചിട്ടാണ്. അത് നമ്മുടെ ഒരു 1.5 years ബാക്ക് നമ്മൾ കൊറോണയൊക്കെ നടക്കുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു പരസ്പരം നേരിട്ട് കാണാനും. ഇതിനൊക്കെ വേണ്ടി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇവരായിട്ട് കാണുന്നത്. സൈറ്റിൽ അന്നത്തെ സിറ്റുവേഷൻസ് ബിൽഡേഴ്സ് ഹാൻഡ് ഓവർ ചെയ്ത ഒരു അവസ്ഥയിലാണ്, അതായത് ജസ്റ്റ് സ്ട്രക്ചറൽ വർക്ക് മാത്രം കഴിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് സൈറ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനുശേഷം അവരവിടെ വെച്ചിട്ട് ഇപ്പോൾ ലാൽ സാർ ആണെങ്കിലും സുചിത്ര മാഡം ആണെങ്കിലും അവരുടെ കുറച്ച് ഐഡിയാസ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്, അവരുടെ റിക്വയർമെൻറ്റ്സ്, എനിക്കിപ്പോൾ ഇങ്ങനെ വേണം, ഇപ്പോൾ സപ്പോസ് കിച്ചൺ എടുത്തു കഴിഞ്ഞാൽ കിച്ചണിൽ ഇങ്ങനെ വേണം, ഇന്ന ഏരിയയിൽ ഒരു ബാർ കൗണ്ടർ വേണം, ഇന്ന ഏരിയയിൽ ഇത് നമ്മുടെ ഒരു പൂജാ റൂം പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു ഫോർമൽ ലിവിങ് വേണം, ഇങ്ങനത്തെ രീതിയിൽ ഒരു ചെറിയൊരു സജഷൻസ് മാത്രമാണ് ഫസ്റ്റ് മീറ്റിങ്ങിൽ എനിക്ക് മീൻസ് ലാൽ സാറിൻ്റെ കയ്യിൽ നിന്നും ഇവരായിട്ട് കിട്ടിയത്. പക്ഷേ ദാറ്റ് മീറ്റിംഗ് ഈസ് ഓൾസോ ആക്ച്വലി എന്താ പറയുക, അതേപോലെയുള്ളൊരു മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന വ്യക്തിനെ ഫസ്റ്റായിട്ട് കാണുമ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റും, നേരിട്ട് കാണുമ്പോൾ അതേപോലെ അത്രയും ഫ്രീ ആയിട്ട് സംസാരിക്കാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റും എല്ലാം വളരെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു സാറായിട്ട് മീറ്റ് ചെയ്തതിന് ശേഷം. പക്ഷെ അതിനുശേഷം ഉള്ള എക്സ്പീരിയൻസ് കൂടുതൽ 1.5 കൊല്ലമായി അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇടപഴകി ഓരോ കാര്യങ്ങളും സംസാരിച്ച് വന്നപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് അതിനേക്കാളും ഡിഫറെൻ്റ് ആണ്. ഈ വീടിൻ്റെ ഇൻറ്റീരിയറുമായി ഉള്ള ചർച്ചകൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു കോവിഡ് ടൈം ആയതുകൊണ്ട് തന്നെ നേരിട്ട് മീറ്റ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ടൈമായിരുന്നു അന്ന്. കൂടുതലും കോവിഡ് ടെസ്റ്റുകളും ഒക്കെ നേരിട്ട് മീറ്റ് ചെയ്യാൻ സാറും ഈ പറയുന്ന പോലെ വാക്സിനേഷൻ എടുക്കുന്ന ടൈം, വാക്സിനേഷൻ ഫസ്റ്റ് ലോഞ്ച് ചെയ്യുന്ന ടൈമൊക്കെ ആയിരുന്നു നമ്മൾ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കൂടുതലും വീഡിയോ കോൾസ്, സൂം കോൾസിലൊക്കെ ആയിരുന്നു ഞങ്ങൾ മീറ്റ് ചെയ്തിരുന്നത്. ഡിസൈനിങ് എല്ലാം നമ്മൾ കഴിഞ്ഞ് ഓരോന്നും മാഡത്തിനും സാറിനും നമ്മൾ പ്രസൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഓൺലൈനായിരുന്നു കൂടുതലും നമ്മൾ അതിൻ്റെ ഡീപ്പ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് ഇൻവോൾവ് ചെയ്തത്. സപ്പോസ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മുടെ ഒരു ഫർണിച്ചറിൻ്റെ ഡീറ്റെയിലിംഗ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈച്ച് ആൻഡ് എവറി പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത്, അതായത് മാഡം ആയിരുന്നു ഇതിൽ കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം.